തൊടുപുഴ വെളിയമറ്റത്ത് സഹോദരങ്ങളായ കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ ചത്തു. 17 വയസ്സുള്ള ജോർജിന്റെയും 15 വയസ്സുള്ള മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കപ്പത്തൊണ്ട് കഴിച്ചതാണ് കാരണം എന്നാണ് സംശയം. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചയാളാണ് മാത്യു. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ കപ്പത്തൊണ്ട് കഴിച്ചാണ് മരിച്ചത് എന്ന് സംശയം, അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഈ ബന്ധപ്പെട്ട വകുപ്പിന്റെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? വേണു, ഇതിനോടകം തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും ഈ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആ ഫാമിലാണ്. 13ഓളം പശുക്കളാണ് മരിച്ചത്. 5 പശുക്കളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. പശുക്കളെ കുഴിച്ചിടാനുള്ള നടപടിയും അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. 2021 ക്ഷീരകർഷകൻ മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള അവാർഡ് മാത്യുവിന് ലഭിക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തതാണ് മാത്യുവുമായി ബന്ധപ്പെട്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം ഉണ്ടായത്. പുതുവർഷ ദിനത്തിൽ വലിയ സങ്കടമായി മാറുകയാണ്. നമുക്കിപ്പം ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഓഫീസർ ചേരുന്നുണ്ട്. സാർ, എന്താണെന്നൊരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുണ്ടോ? പ്രാഥമികമായിട്ട് നമ്മളിത് അറിയാൻ കഴിഞ്ഞത് കപ്പയിലുള്ള സയനൈഡ് പോയിസണിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ദുരന്തമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ക്ഷീരസംഘങ്ങളും സംഘം പ്രതിനിധികളും ത്രിതല പഞ്ചായത്തും എല്ലാം ചേർന്ന് ഇവർക്ക് സഹായിക്കും. 100% ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. ജനപ്രതിനിധികളും എത്തിയിട്ടുണ്ട്. ഇളന്തേശം ബ്ലോക്കിന്റെ കീഴിലാണ് ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്തുക്കുട്ടി നമുക്കിപ്പം ചേരുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ ഘട്ടത്തിൽ ഇവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? ആദ്യം തന്നെ ഈ പുതുവത്സരത്തിൻ്റെ അന്ന് കേൾക്കാൻ പാടില്ലാത്തൊരു വലിയൊരു ദുരിതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ മിനിസ്റ്ററുടെ PSO ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നാളെ മിനിസ്റ്റർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ അതുപോലെ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നാളെ മന്ത്രിയോടെ വന്നു കഴിഞ്ഞ് ചർച്ച ചെയ്ത് ഉറപ്പായിട്ടും നമ്മളിവർക്ക് ഈ കുടുംബത്തിന് വേണ്ടിയുള്ള സഹായം നമ്മൾ ഉറപ്പുവരുത്തുമെന്ന് മാത്രം പറഞ്ഞു. വരാം വിഷ്ണു സുരേഷ്. ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണി ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടല്ലോ, എന്താണ് തുടർ നടപടികളായി സ്വീകരിക്കാൻ ആലോചിക്കുന്നത്? തുടർ നടപടികൾ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾ അവിടെ വിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ പയ്യൻ എൻ്റെ അഡീഷണൽ PSനെ വിളിക്കുകയും നേരിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർമാരുടെ സംഘം അവിടെ എത്തുവാനുള്ള തീരുമാനമൊക്കെ എടുത്തു. അവരൊക്കെ അവിടെ എത്തിച്ചേർന്നു. ഏതായാലും ശരി, ആ ചീനിയുടെ തൊലി ഉണങ്ങിയത് കഴിച്ചതാണ് ഈ കുഞ്ഞിന് ഈ പശുക്കൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഈ ആഹാരം നമ്മൾ അധികം പശുക്കൾക്ക് കൊടുക്കുന്നതല്ല. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നി ഈ ചീനി തൊലിക്കാത്തതിന്റെ ചില കട്ടി, എന്താണ് അതിനകത്ത് പറയുക, കട്ടെന്ന് പറയും, കട്ട്. അതൊക്കെ വ്യത്യസ്ത ഇനം കട്ടുകളാണ് പലപ്പോഴും ചീനി തൊലിക്കാത്തുണ്ടാകുന്നത്. അപ്പൊ കാലാവസ്ഥയിലുള്ള മാറ്റവും മറ്റ് പ്രശ്നവും അതിനകത്തൊക്കെ വരുന്നതാണ്. അപ്പൊ ഇത് നിരന്തരം കഴിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഇന്നലെ അത് കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് ഓരോന്ന് മരിച്ചു വീണതെന്നുള്ളതാണ് ഞാൻ മാത്യുവിനെ വിളിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ കുട്ടിക്കർഷകനെ തന്നെ വിളിച്ചു. ഇടയ്ക്കൊക്കെ ബന്ധപ്പെടുന്ന പയ്യനാണ് മാത്യു. അവന് ഞങ്ങൾ 2021 അവാർഡും ഒക്കെ കൊടുത്തു. അവർക്ക് തൊഴുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തൊഴുത്തിന് വേണ്ടുന്ന സംവിധാനങ്ങൾ മിക്കവാറും പശുക്കളെയൊക്കെ സബ്സിഡിയോടുകൂടി കൊടുത്തുമൊക്കെ സഹായിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവരെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മാത്യുവിനെ നേരിട്ട് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ പയ്യൻ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉദ്യോഗസ്ഥരെ വിട്ടിട്ടുണ്ട്. പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. കഴിച്ച ഭക്ഷണം അത് അടിയന്തരമായിട്ട് അത് പരിശോധിക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ചെയ്തു വരികയാണ്. ഇപ്പൊ മിൽമയുടെ ചെയർമാനെ വിളിച്ച് നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇടുക്കിയിലോട്ടൊന്ന് അടിയന്തരം പോകണം, അവർക്ക് കൊടുക്കാനുള്ള ധനസഹായം ചെയ്യാം. നമുക്ക് തന്നെ ഞങ്ങൾക്ക് വ്യത്യസ്ത സ്കീമുകളുണ്ട്. ഇതെല്ലാം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പയ്യനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാത്യുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മാത്യു വിഷമിക്കണ്ട, വേണ്ടുന്ന എല്ലാ സഹായവും വകുപ്പിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ മാത്യുവിന് കൊടുത്തിട്ടുണ്ട്. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്, ഈ ഇടപെടലിനും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.